അതിനിർണായകമായിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള ചില സംഭവ വികാസങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ ഉൾപ്പെടുന്ന മധ്യപൂർവേഷ്യ, പ്രത്യേകിച്ച് ഗാസ ആ മേഖല. ഗാസയിൽ ഹമാസ് നടത്തുന്ന അല്ലെങ്കിൽ നടത്തിയിരുന്ന ആ തന്ത്രങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ നീക്കങ്ങൾക്ക് പിന്നിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള ചില അജണ്ടകളുണ്ട്. നമ്മൾ അതിനെ സൂക്ഷ്മമായി അപഗ്രഥിച്ച് കഴിയുമ്പോൾ അവർ അവിടെ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വ്യാജ വാർത്തകൾ, ചില പ്രൊപ്പഗണ്ടകൾ, അത് സൃഷ്ടിക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അത്തരം നീക്കങ്ങൾക്ക് പിന്നിലെ, അത്തരം വാർത്തകൾക്ക് പിന്നിലെ അജണ്ട എന്താണ്? അത് ലോകക്രമത്തിൽ സൃഷ്ടിക്കുന്ന ഇമ്പാക്റ്റ് എന്തൊക്കെയാണ്? നിലവിൽ അതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ഒരു സ്ട്രാറ്റജി എന്തൊക്കെയാണ്? ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പം ഉള്ളത് റോബിൻ ലിയോ. നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഇന്ന് ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ആ ഒരു സൈനിക നടപടി, മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ആ സംഘർഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ നിലപാടിൻ്റെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ്. നമ്മൾ ഇന്ന് ഈ ഒരു സബ്ജക്റ്റ്, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് വീണ്ടും നമ്മൾ എടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. നമുക്കറിയാം, ഈ ഇസ്രായേൽ അല്ലെങ്കിൽ ഗാസയിലെ ഹമാസുമായി നടത്തുന്ന ആ ഒരു സംഘർഷം, അതിന് വളരെ വർഷങ്ങളുടെ ഒരു ചരിത്രമുണ്ട്. പ്രത്യേകിച്ച് ഈ 2023 ഒക്ടോബർ മാസം 7-ാം തീയതി ഈ ഗാസയിലെ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഹമാസ് ഒരു ഫാൾസ് പ്രൊപ്പഗാൻഡയുടെ വലിയൊരു പ്രളയം തന്നെ ലോകത്തിലേക്ക് ഒഴുക്കി വിടുന്നുണ്ട്. ഒരു പക്ഷേ നമുക്ക് ഹമാസിനെ കുറിച്ച് ഇങ്ങനെ പറയാൻ സാധിക്കും, ഈ നുണ വളരെ മനോഹരമായിട്ട് വിശ്വസനീയമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നതിൽ എനിക്ക് തോന്നുന്നു ഹമാസിനോളം മിടുക്കുള്ള മറ്റ് ഭീകര സംഘടന ഇല്ല എന്ന് തോന്നുന്നു. അത്രത്തോളം വ്യാജമായിട്ടുള്ള രീതിയിലാണ് ഈ ഗാസയിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ വളരെ ട്വിസ്റ്റ് ചെയ്ത്, വളരെ ഒരു ഫാൾസ് പ്രൊപ്പഗണ്ട അതിൽ കുത്തിനിറച്ച് മറ്റ് സെക്കുലർ മീഡിയസിലേക്ക് അവർ പമ്പ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അതിൽ അവരുടെ ലക്ഷ്യങ്ങൾ പലതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, ഈ ഗാസയിൽ അല്ലെങ്കിൽ മധ്യപൂർവേഷ്യയിൽ ഒരു കാരണവശാലും ഒരു കാലത്തും സമാധാനം സംജാതമാകരുത് എന്ന വ്യക്തമായിട്ടുള്ള ലക്ഷ്യം അവരുടെ ഉള്ളിലുണ്ട്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അവിടെ ഒരു സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷം, അല്ലെങ്കിൽ പാലസ്തീൻ ജനതയും ഇസ്രായേൽ ജനതയും, പാലസ്തീൻ ജനതയും യഹൂദരും തമ്മിൽ ഒരു സഹവർത്തിത്വത്തിൽ അല്ലെങ്കിൽ ഒരു സമാധാനത്തിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തീവ്ര മതപരമായിട്ടുള്ള ഒരു അജണ്ട അവിടെ നടപ്പാക്കാൻ സാധിക്കുകയില്ല. അതാണ് ഒന്നാമത്തെ അജണ്ട. രണ്ടാമത്തെ അജണ്ടയായിട്ട് എനിക്ക് തോന്നുന്നു അവിടെയുള്ള ചില ഫാൾസ് പ്രൊപ്പഗണ്ട. നമുക്ക് ചില വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്, അത് ചില ട്രോളന്മാരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ഡെഡ് ബോഡിക്ക് അരികെ നിന്ന് കരയുന്ന പിതാവ് പെട്ടെന്ന് ആ ഡെഡ് ബോഡിക്ക് കാലിലൊന്ന് ചൊറിയാൻ തോന്നുമ്പം കൈ കൊണ്ട് അത് ചൊറിയുന്ന ഒക്കെ വീഡിയോസ്. അപ്പം വളരെ ഹോളിവുഡിനെ വെല്ലുന്ന രീതിയിലുള്ള അഭിനേതാക്കൾ ഹമാസിൻ്റെ ഉള്ളിലുണ്ട് എന്ന കാര്യം വളരെ വ്യക്തമാണ്. ഒരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ്, ഇങ്ങനെ ഡെഡ് ബോഡിയും വഹിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഘോഷയാത്ര നടത്തുന്നു. പെട്ടെന്ന് ഒരു സൈറൻ കേട്ടുമ്പം ഡെഡ് ബോഡി ഉൾപ്പെടെ സകലം ഡെഡ് ബോഡിനെ ഇട്ടിട്ട് ഓടിപ്പോകുന്നു, പിന്നെ ഡെഡ് ബോഡി എഴുന്നേറ്റ് ഓടുന്നു, അങ്ങനെ പല വീഡിയോസ്. അപ്പോൾ ഹോളിവുഡിനെ വെല്ലുന്ന അഭിനേതാക്കൾ ഹമാസിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നു, സ്ത്രീകൾ കൊല്ലപ്പെടുന്നു, സാധാരണക്കാർ കൊല്ലപ്പെടുന്നു എന്നൊരു ഫാൾസ് നറേറ്റീവ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ നറേറ്റീവ് ഉപയോഗിച്ച് ഫണ്ടിങ് മേടിച്ച് സ്വയം തിന്നുകൊഴുത്ത് വീർക്കുക എന്ന ലക്ഷ്യം കൂടി അതിലുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ലോകം മുഴുവൻ ഈ ഒരു പ്രൊപ്പഗണ്ട കണ്ടതിന് ശേഷം ഒരു ആൻറ്റി സെമിറ്റിസം, ഒരു യഹൂദ വിരുദ്ധ വികാരം ലോകം മുഴുവൻ കുത്തിനിറയ്ക്കുക എന്ന ഒരു ലക്ഷ്യം അവരുടെ പിന്നിലുണ്ട്. അതിൽ ഏറ്റവും ഒരു ക്ലാസിക് എക്സാമ്പിളായിട്ട് പറയാൻ സാധിക്കുന്നത്, ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച തന്നെ അതിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത്. ഇപ്പോൾ ഗാസയിൽ വളരെ ഹ്യൂമാനിറ്റേറിയൻ, മാനുഷികമായിട്ടുള്ള സഹായങ്ങൾ അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ നേതൃത്വത്തിൽ വളരെ മനോഹരമായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ ഒരു ഹ്യൂമാനിറ്റേറിയൻ സെൻറ്ററിൽ ഇസ്രായേൽ നടത്തിയ വെടിവെപ്പിൽ 30ഓളം സാധാരണക്കാരായിട്ടുള്ള പാലസ്തീൻ ജനത അല്ലെങ്കിൽ ജനങ്ങൾ കൊല്ലപ്പെട്ടു എന്നൊരു ഫാൾസ് നറേറ്റീവ് ഹമാസ് പുറത്തുവിടുന്നു. അത് അൽ ജസീറ പോലുള്ള മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു. മറ്റ് സെക്കുലർ മീഡിയാസ്, പല മുഖ്യധാരയിൽ നിൽക്കുന്ന പല അന്താരാഷ്ട്ര സെക്കുലർ മീഡിയാസും അതിൻ്റെ ഒരു സോഴ്സ് വെരിഫൈ ചെയ്യാതെ ഹമാസ് പ്രൊപ്പഗണ്ടയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ആ വാർത്ത പുറത്തുവിടുന്നു. പിറ്റേ ദിവസം എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ അമേരിക്കയിലെ കൊളറാഡോയിൽ കണ്ടതാണ്. ഇസ്രായേൽ അനുകൂല റാലിക്ക് നേരെ ഒരു ഭീകരൻ ആക്രമണം നടത്തുന്നു. അപ്പോൾ ഇത് വളരെ ഫാർ റീച്ചിങ് ആയിട്ടുള്ള കോൺസിക്വൻസ് ആണ് ലോകക്രമത്തിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് വളരെ വ്യക്തമാണ്. അത് തിരിച്ചറിയാൻ പല മാധ്യമങ്ങളും അത് പരാജയപ്പെട്ടു പോകുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ലിയോയിലേക്ക് വരാം. ഈ 2023 ഒക്ടോബർ മാസം 7-ന് മുമ്പ് ഈ മിഡിൽ ഈസ്റ്റിലെ സംഭവ വികാസങ്ങൾ നമ്മൾ നമ്മുടെ പല മാധ്യമങ്ങളിലൂടെ അറിഞ്ഞത് എങ്ങനെയാണ്? അതിനുശേഷം ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെയും നമ്മളെപ്പോലുള്ള പല മാധ്യമങ്ങളും അവിടെ നടക്കുന്ന കാര്യം വളരെ സത്യസന്ധമായിട്ട് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ജനങ്ങൾ അവിടുത്തെ സംഭവ വികാസങ്ങളെ നോക്കിക്കാണുന്നത്? അതിനു മുമ്പ് നമുക്കറിയാം, നമ്മളൊക്കെ ചെറുപ്പത്തിലായിരുന്ന സമയത്ത് പലപ്പോഴും അവിടെ നിന്നുള്ള വാർത്തകൾ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിലൂടെ വായിക്കുമ്പോൾ ഇസ്രായേൽ എന്തോ ഒരു വില്ലനാണ് എന്ന രീതിയിലുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിച്ചെടുക്കുന്നതിൽ വിജയിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം ഷെക്കേന
പോലുള്ള മാധ്യമങ്ങളുടെ ഒരു ജനനത്തിന് ശേഷം കൃത്യമായി മിഡിൽ ഈസ്റ്റിൽ ആരാണ് വില്ലൻ, ആരാണ് ഇര എന്ന് നമുക്ക് ജനങ്ങളിലേക്ക് കൊടുക്കാൻ സാധിച്ചിരുന്നു. പക്ഷേ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇപ്പോഴും ഹമാസിൻ്റെ പ്രൊപ്പഗണ്ടയ്ക്ക് പിന്നിലാണ്. അപ്പോൾ ലിയോയിലേക്ക് വരുമ്പോൾ, ലിയോ, നമുക്കറിയാം പ്രധാനമായിട്ടും ഈ ഗാസയിൽ ഹമാസ് നടത്തുന്നത് ഒരു ഇമോഷണൽ ഒരു പ്രൊപ്പഗണ്ടയാണ്. അതായത് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നു, ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മുറിവേറ്റ് കിടക്കുന്ന അവസ്ഥ, അതൊക്കെ അവരിങ്ങനെ ഭയങ്കര ഹൈലൈറ്റ് ചെയ്തിട്ട് അതിൽ പലതും തന്നെ വ്യാജമാണ് എന്നത് വ്യക്തമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഈ മാനുഷിക സഹായം ഇസ്രായേൽ അവിടെ നൽകുന്നില്ല, അല്ലെങ്കിൽ അവിടെ സഹായം സ്വീകരിക്കാൻ വരുന്നവർക്ക് നേരെ വെടിയുതിർക്കുന്നു, അങ്ങനെയൊക്കെ ഒരു പ്രൊപ്പഗണ്ട നടത്തുന്നുണ്ട്. ആ പ്രൊപ്പഗണ്ടയുടെ ഒരു അടിസ്ഥാനം എന്താണ്? യഥാർത്ഥത്തിൽ എന്താണ് അവിടെ മാനുഷിക സഹായങ്ങളുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? മാനുഷിക സഹായത്തിന് അത് പറയുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് പുറകോട്ട് പോകേണ്ടതുണ്ട്. 2007 ഹമാസ് ഗാസയുടെ അധികാരം പിടിച്ചെടുക്കുന്നത്. 2008 തന്നെ യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പം ഈ 2023 ഒക്ടോബർ 7 മുമ്പ് ഈ യുദ്ധം ആരംഭിക്കുന്ന മുമ്പ് 4 യുദ്ധം ഓൾറെഡി നടന്നിട്ടുണ്ട്. ഇതിപ്പോൾ 5ാമത്തെ യുദ്ധമാണ് ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ 2008 തന്നെ ഇസ്രായേലും ഹമാസുമായിട്ടുള്ള യുദ്ധം ഗാസയിൽ ആരംഭിച്ചിട്ടുണ്ട്. 2008 യുദ്ധത്തിൽ 22 ദിവസമാണ് നീണ്ടു നിന്നത്. 1500 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. 2012 വീണ്ടും ഒരു യുദ്ധമുണ്ടായി. അത് 8 ദിവസമാണ് നീണ്ടു നിന്നത്. അത് ഹമാസിൻ്റെ ഏറ്റവും വലിയൊരു സൈനിക മേധാവിയെ, മിലിറ്റന്റ് മേധാവിയെ വകവരുത്തിക്കൊണ്ടാണ് ഇസ്രായേൽ ആ യുദ്ധം ആരംഭിച്ചത്. അതിനുശേഷം 2014 3 ഇസ്രായേലി യുവാക്കളെ തട്ടിക്കൊണ്ടുപോയി ഗാസയിലേക്ക് കൊണ്ടുപോയി കൊലപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായി. അത് ലോകം മുഴുവൻ ചർച്ച ചെയ്തതാണ് ആ വിഷയം. അപ്പോൾ അതിനുശേഷം ഒരു യുദ്ധമുണ്ടായി. അത് 2014 അത് 7 ആഴ്ചകൾ നീണ്ടു നിന്ന ഒരു യുദ്ധമായിരുന്നു. 2700 പാലസ്തീനിയൻ പൗരന്മാരാണ് ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. 73 ഇസ്രായേൽ പൗരന്മാരും കൊല്ലപ്പെട്ടു. അതിനുശേഷം നടന്നത് 2021 21 10 ദിവസം നീണ്ടു നിന്നൊരു യുദ്ധമായിരുന്നു. 250 ഗാസം പൗരന്മാർ ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. 13 ഇസ്രായേലുകളും കൊല്ലപ്പെട്ടു. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, ഗാസാൻ അല്ലെങ്കിൽ പാലസ്തീൻ പൗരന്മാരുടെ വിമോചനത്തിന് വേണ്ടി രൂപപ്പെടുത്തിയ ഒരു പ്രസ്ഥാനം ചാർജ് എടുത്തതിന് ശേഷം അല്ലെങ്കിൽ അധികാരം ഏറ്റെടുത്തതിന് ശേഷം പിന്നെ അവർക്ക് ചിരിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല. നമ്മളിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരുപാട് കമൻറ്റുകൾ കാണാറുണ്ട്. ഒരു ദിവസം പാലസ്തീൻ ചിരിക്കും. തീർച്ചയായിട്ടും ചിരിക്കണം, പാലസ്തീൻ ചിരിക്കണമെന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. കാരണം വിശുദ്ധ നാടിൻ്റെ പട്ടികയിൽ പാലസ്തീനുമുണ്ട്. വിശുദ്ധ നാട്ടിൽ സന്തോഷം വരണമെന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. അവിടെ തീവ്രവാദം എന്നേക്കുമായിട്ട് ഇല്ലാതാകണം. അവിടുത്തെ ജനങ്ങൾ, സാധാരണപ്പെട്ട ആളുകൾ എന്നും ചിരിച്ച് കാണണമെന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. പക്ഷേ അവിടെ വില്ലൻ എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞ തീവ്രവാദമാണ്. ഇനി നമുക്ക് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സംഭവങ്ങളിലേക്ക് വരാം. എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? ഹമാസ് എന്ന് പറയുന്നത് നാഥനില്ലാത്തൊരു കളരിയായി മാറിയിരിക്കുകയാണ്. ഇസ്മായിൽ ഹനിയ, യഹിയ സിൻവർ, അതോടൊപ്പം തന്നെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ കൊലപ്പെടുത്തിയ മുഹമ്മദ് സിൻവാർ, അതായത് ഹമാസിൻ്റെ ഏറ്റവും വലിയ മേധാവി, ഏറ്റവും ലേറ്റസ്റ്റ്, അതായത് വേറെ ആരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല ഇങ്ങനെ എടുത്തു പറയത്തക്ക രീതിയിലുള്ള. അപ്പോൾ അങ്ങനെ ഒരു നാഥനില്ലാ കളരിയായിട്ട് ഹമാസ് മാറിയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് എങ്ങനെയെങ്കിലും ഹമാസിൻ്റെ ഒരു ആധിപത്യം അവിടുത്തെ ജനങ്ങളിൽ, നമുക്കറിയാം കഴിഞ്ഞ മാസങ്ങളിൽ ഹമാസിനെതിരെയൊക്കെ അവിടെ ഒരുപാട് പ്രൊട്ടസ്റ്റ് അവിടെ ഉണ്ടായി. അപ്പോൾ അതെല്ലാം അവിടുത്തെ ജനങ്ങൾ ഒരു പരിധി വരെ ഈ ഒരു പ്രസ്ഥാനത്തെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇപ്പോൾ ഈ മാനുഷിക സഹായങ്ങൾ ഹമാസ് കുറേ നാളുകളായിട്ട്, നമുക്കറിയാം പണ്ടേ ഇസ്രായേൽ ഇങ്ങനെ സംഘർഷമുള്ള സമയത്തായാലും പോലും ഗാസയിലേക്ക് വെള്ളമായാലും കറണ്ടായാലും അതോടൊപ്പം തന്നെ മാനുഷിക സഹായങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന രാജ്യം തന്നെയാണ്. അപ്പോൾ ഈ കരീം ഷലോം എന്ന് പറയുന്ന ഒരു അതിർത്തി വഴിയാണ് ഈ മാനുഷിക സഹായങ്ങൾ ഇസ്രായേലിൽ നിന്ന് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവർ ചെയ്യുന്നത് വെച്ചാൽ ഇവിടുന്ന് അതിർത്തി കടന്നു വരുന്ന ട്രക്കുകൾ ഉൾപ്പെടെ അവിടെ നിന്ന് ഹൈജാക്ക് ചെയ്ത് അവരുടെ ഗോഡൗണിലേക്ക് കൊണ്ടുപോകുക, അല്ലെങ്കിൽ തുരങ്കങ്ങളിലേക്ക് കൊണ്ടുപോകുക, അവിടെ സ്റ്റോർ ചെയ്യുക. ഇത് കരിചന്ത വഴി അവിടുത്തെ സാധാരണക്കാരായ ആളുകൾക്ക് മറിച്ച് വിൽക്കുക. ഇതാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ നേരിട്ട് ഈ സഹായങ്ങളൊന്നും UN ഒക്കെ ഇവിടെ ഒരു ജസ്റ്റ് കണ്ടുകൊണ്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇതൊന്നും ഒന്ന് നിസ്സഹായരായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് UN ഒക്കെ അവിടെ ഉള്ളത്. ഈ സമയത്ത് ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഒരു തീരുമാനത്തിലെത്തുന്നു. GHF എന്ന് പറയുന്നത് ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ആ സംഘടന വഴി നേരിട്ട് ഹമാസിൻ്റെ കയ്യിൽ ചെല്ലാതെ, ഹമാസ് വഴി അല്ലാതെ നേരിട്ട് പൗരന്മാർക്ക് നേരിട്ട് മാനുഷിക സഹായങ്ങൾ കൊടുക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി. അതിനുശേഷമാണ് ഹമാസിന് ഹാലിളകിയത്. കാരണം എങ്ങനെയെങ്കിലും ഇത് തകർക്കണം എന്നുള്ളൊരു പ്രൊപ്പഗാൻഡയുടെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ ദിവസം വെടിവെപ്പ് കണ്ടത്. അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഈ ലോകം മുഴുവൻ ചർച്ച ചെയ്തതാണ്. ഹമാസാണ് ആദ്യം ഒരു വാർത്ത പുറത്തുവിട്ടത്. ആശുപത്രി വൃത്തങ്ങൾ പറഞ്ഞു 31 സാധാരണക്കാർ കൊല്ലപ്പെട്ടത്. അതിനുശേഷം GHFിലെ CCTV ക്യാമറകളുടെ ദൃശ്യങ്ങൾ ഇസ്രായേലിൽ എടുത്ത് ലോകം മുഴുവൻ അത് അറിയിച്ചതാണ്. അവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഹമാസിൻ്റെ ആയുധധാരികളായിട്ടുള്ള ഇസ്രായേൽ പട്ടാളക്കാരനെയും ഹമാസിൻ്റെ തീവ്രവാദി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നവരാണ്. അപ്പോൾ അവിടുത്തെ സ്ത്രീകളെ പോലും
കല്ല് എടുത്തെറിഞ്ഞ് ഓടിക്കുന്ന അവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത്രയ്ക്ക് മനുഷ്യത്വ രഹിതമായിട്ട് പെരുമാറുന്ന ഒരു തീവ്രവാദ കൂട്ടമായിട്ട് അവിടുത്തെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു സർക്കാരും അല്ലെങ്കിൽ ഒരു മിലിറ്റന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഹമാസ് എന്ന് പറയുന്ന ഭീകരവാദ പ്രസ്ഥാനം തികച്ചും അവിടുത്തെ ജനങ്ങൾക്ക് വിരുദ്ധമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിലേക്കാണ് ശ്രദ്ധ കൂടുതൽ പോകുന്നത്. അത് തന്നെയാണ് ഈ ദിവസങ്ങളിൽ സംഭവിച്ചത്. നമുക്ക് GHFന്റെ ഈ അടുത്ത ഒരാഴ്ച കൊണ്ട് ഈ 6 ദിവസങ്ങളിലായിട്ട് 60 ലക്ഷത്തോളം വരുന്ന ഭക്ഷണ പാക്കറ്റുകളാണ് അല്ലെങ്കിൽ മാനുഷിക സഹായമാണ് ഗാസയിൽ വിതരണം ചെയ്തത്. അതെന്തായാലും വലിയ കാര്യമാണ്. ഇസ്രായേൽ നേരിട്ട് അല്ലെങ്കിൽ അമേരിക്ക നേരിട്ട് ഗാസയിൽ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ മാനുഷിക സഹായം വിതരണം ചെയ്യുന്നത്. കാരണം ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും ഹമാസിന് അവിടുത്തെ ജനങ്ങളുടെ ഇടയിലുള്ള ആ ഒരു പ്രീതി പണ്ടത്തേക്കാൾ നഷ്ടപ്പെട്ടു വരുന്നു എന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണ്. നമുക്കറിയാം യൂറോപ്യൻ ഹോസ്പിറ്റലിൻ്റെ താഴെയാണ് കഴിഞ്ഞ ആഴ്ചയിൽ മുഹമ്മദ് സിൻവാർ എന്ന് പറയുന്നത്. അപ്പോൾ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ അതൊക്കെ മിസ്യൂസ് ചെയ്യുന്ന ഒരു തീവ്രവാദ കൂട്ടമാണ് ഈ ഹമാസ് എന്ന് പറയുന്നത്. പക്ഷേ അത് ദൈവത്തിൻ്റെ ഒരു കൃപയെന്ന് പറയാം. ആ ആശുപത്രിക്കടിയിൽ തുരങ്കമില്ലാത്തത് കൊണ്ടാണ് അത് പൊട്ടിത്തെറിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, പക്ഷേ ആ ആശുപത്രി ചേർന്നുള്ള ഭാഗത്താണ് ബങ്കർ ബസ്റ്റർ ബോംബ് വെച്ച് ഇസ്രായേൽ ആ ഭീകരരെ വധിച്ചത്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ വളരെ നിർണായകമാണ്. കാരണം ഇനി ഹമാസിൻ്റെ ഭാവി എന്താണെന്ന് നമുക്ക് ഈ കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അത് വ്യക്തമാണ്. റോബിൻ, അപ്പോൾ നമുക്ക് ഇസ്രായേൽ ഇപ്പോൾ ഗാസയിൽ നടത്തുന്ന ഒരു സ്ട്രാറ്റജി, ഇപ്പോൾ ലിയോ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഹമാസിന് ഇപ്പം തലയില്ലാതായി മാറിയിരിക്കും. തല ഉള്ളപ്പോൾ തന്നെ അതിക്രൂരന്മാരാണ്. ഇപ്പോൾ അവിടെയുള്ള ഓരോ തീവ്രവാദിയും സ്വയം രാജാവാകാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ അത് വളരെ ഭയാനകമായിട്ടുള്ള സിറ്റുവേഷനാണ് ഗാസയിൽ സൃഷ്ടിക്കുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഇസ്രായേൽ ഒരു സ്ഥലത്ത് ആക്രമണം നടത്തുമ്പോൾ ജനങ്ങളെ ഒരു സ്ഥലത്തേക്ക് മാറ്റുന്നു. അത് ഹമാസ് വിമുക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. അതിലൊരു പരിധിവരെ ഇസ്രായേൽ വിജയിക്കുന്നു. പക്ഷേ ചിലരൊക്കെ തമാശയായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഗാസയിൽ മുഖമൂടി ഇട്ടാൽ അത് ഹമാസ്, മുഖമൂടി ഊരി കഴിഞ്ഞാൽ അത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ. അപ്പോൾ അങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് അവിടെ നിലനിൽക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്ന ഒരു സ്ട്രാറ്റജി, അത് എത്രത്തോളം നമുക്ക് അതിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് തിരിച്ചറിയേണ്ടിയിരിക്കും? ഇസ്രായേൽ നടത്തുന്ന സ്ട്രാറ്റജി തുടക്കം മുതൽ തന്നെ അവരത് വളരെ കൃത്യമായി ആസൂത്രണം ചെയ്തൊരു സ്ട്രാറ്റജി ആയിരുന്നു എന്ന് നമ്മൾക്ക് തുടക്കവും ഈ എൻഡും കൂടെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ മനസ്സിലാവും. പക്ഷെ അതിൻ്റെ ഉള്ളിലെ മറ്റൊരു ബ്രില്യൻസ് ആണ് അമേരിക്കയുടെ ഒരു തന്ത്രപരമായ ബ്രില്യൻസ്. അതും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണാതിരിക്കാൻ കഴിയില്ല. വളരെ വളരെ സ്ട്രാറ്റജിക് ആയിട്ട് അവരത് ചെയ്തു എന്നുള്ളത്. എന്ന് വെച്ചാൽ തുടക്ക സമയത്ത് ഈ ഹമാസ് ആക്രമിക്കുമ്പോൾ 2 കാര്യങ്ങളാണ് ഉദ്ദേശിച്ചിരുന്നത്. ഒന്ന്, അറേബ്യൻ രാജ്യങ്ങൾ ഇസ്രായേലുമായി നടക്കുന്ന ആ എബ്രഹാമിക് അക്കോർഡ് പോലെയുള്ള അങ്ങനെ അറേബ്യൻ രാജ്യങ്ങളും ഇസ്രായേലും തമ്മിൽ അടുക്കുന്നതിനെ അതിനെ ഇല്ലാതാക്കുക എന്നുള്ള ഇറാന്റെ ഒരു സ്ട്രാറ്റജി. കാരണം പലസ്തീൻ ഒരു ഹോട്ടായിട്ടുള്ള ഒരു ഹോട്ട് സൂപ്പാണ്. അപ്പോൾ അത് എല്ലാവർക്കും അത് ഇപ്പോൾ തുർക്കിയാണെങ്കിലും അതുപോലെ തന്നെ ഈ അറേബ്യൻ രാജ്യങ്ങളാണെങ്കിലും ഏത് ഇസ്ലാമിക രാജ്യമാണെങ്കിലും അതിന് തൊട്ട് കഴിഞ്ഞാൽ അവർക്ക് പൊള്ളുന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ കൃത്യമായിട്ട് ഇറാൻ നടപ്പിലാക്കിയ ഒരു സ്ട്രാറ്റജി ആയിരുന്നു കൃത്യമായിട്ട് ഈ ഇവരെ കൊണ്ടെടുപ്പിക്കുക. അതിൻ്റെ ഉള്ളിൽ രണ്ടാമത് അവരുപയോഗിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു റിലീജിയസ് ഒരു ഫിലോസഫി ഉണ്ട് അതിൻ്റെ പിന്നിൽ. ഇസ്രായേലിനെ സമ്പൂർണ്ണമായി ഇറാഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ആ ഒരു റിലീജിയസ് പെർസ്പെക്റ്റീവ് ഉണ്ട്. ആ പെർസ്പെക്റ്റീവ് അത് സാധാരണക്കാരൻ്റെ വികാരമാണ്. അവിടെയുള്ള സാധാരണക്കാരൻ്റെ വലിയ വികാരമാണത്. ആ വികാരത്തെയും അതുപോലെ തന്നെ ഈ ഇസ്രായേലും അറേബ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള ആ ബന്ധത്തെയും ഇതിനെ രണ്ടിനെയും കൂടെ മിങ്കിൾ ചെയ്താണ് ഇവർ കൃത്യമായിട്ട് ആ സ്ട്രാറ്റജി ഇറാൻ അവതരിപ്പിച്ചത്. ഇറാൻ ആ അവതരിപ്പിച്ചതിനെ ഇസ്രായേൽ എങ്ങനെ കൗണ്ടർ ചെയ്തു എന്നുള്ളത് വളരെ കൃത്യമാണ്. അവർ പറഞ്ഞു, ഞങ്ങൾ ഹമാസിനെ ഉന്മൂലനം ചെയ്യും. ഇന്ന് നോക്ക്, ഗാസയുടെ ഭൂരിഭാഗവും ഇസ്രായേലിന്റെ കയ്യിലെത്തി. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഗാസയുടെ ഭൂരിഭാഗവും ഇസ്രായേലിന്റെ കയ്യിലെത്തി. ഈ ഏത് അബ്രഹാമിക് അക്കോർഡിന്റെ അടിസ്ഥാനത്തിലാണോ ഇറാൻ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്, അതേ അറേബ്യൻ രാജ്യങ്ങൾ ഇന്ന് അമേരിക്കയുമായിട്ട് ഏകദേശം $2 ട്രില്യൺ കരാറ് UAE, അതുപോലെ ഖത്തർ, അതുപോലെ തന്നെ സൗദി അറേബ്യ കൂടി ഈ അമേരിക്കയുമായിട്ട് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഈ കരാറിന്റെ എല്ലാം അണ്ടർഗ്രൗണ്ടിൽ അമേരിക്ക ഇവരോട് പറഞ്ഞേക്കുന്നത് എന്താ? ഇസ്രായേലുമായിട്ട് സമാധാനത്തിൽ പോകണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ എങ്ങനെ തുടങ്ങിയോ ആ തുടങ്ങിയ അതേ സ്ഥാനത്ത് തന്നെ ഇന്ന് വന്ന് നിൽക്കുന്നു. അന്ന് അബ്രഹാമിക് അക്കോർഡും ഇസ്രായേലും ഈ അറേബ്യൻ രാജ്യങ്ങളും തമ്മിൽ കണക്ഷനിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് ഈ യുദ്ധമെല്ലാം ഉണ്ടാകുന്നു. ഈ 4, 5, 6 വർഷങ്ങൾക്ക് ശേഷം 5 വർഷങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ ട്രംപിന്റെ ഭരണകാലം എത്തുമ്പോൾ വീണ്ടും അതേ സ്ഥലത്തേക്ക് എത്തി നിൽക്കുകയാണ്. ഈ സ്ഥലത്തേക്ക് എത്തി നിൽക്കാൻ വേണ്ടി എന്ത് സ്ട്രാറ്റജി അമേരിക്കയും ഇസ്രായേലും ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഇസ്രായേൽ ചെയ്തത് ഹിസ്ബുള്ള അടക്കമുള്ള ഇവിടെയുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ എല്ലാം ഇറാന്റെ വരെ ഈ ഇറാന് പുറത്ത് ഈ രാജ്യങ്ങളിലുണ്ടായിരുന്ന എല്ലാ ജനറലുമാരടക്കമുള്ള സൈനിക മേധാവിമാരടക്കമുള്ള എല്ലാ തലമുതിർന്ന നേതാക്കളെയും ഇല്ലാതാക്കി കളഞ്ഞു.
എന്ന് വെച്ചാൽ ഈ സംഘടനകളെ ഒന്നും നയിക്കാൻ ഇവിടെ ആൾക്കാരില്ലാതാക്കി കളഞ്ഞു. പിന്നെ ഉണ്ടായിരുന്നത് ഈ ലെബനോനിലേക്ക്, അവിടേക്ക് ഇറാൻ ഈ ആയുധം കടത്തുന്നതായിരുന്നു. അതിനുവേണ്ടി അവർ ബാഷർ അൽ അസാദിന്റെ ഗവൺമെന്റിനെ ഇല്ലാതാക്കി വെച്ചിട്ട് അവിടെ ജുലാനി എന്ന് പറയുന്ന തീവ്രവാദി അദ്ദേഹത്തെ അവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. അവിടെ പ്രതിഷ്ഠിക്കുമ്പോൾ ഓർക്കുക, ട്രംപ് അയാളുമായിട്ട് കൈ കൊടുത്തതിൻ്റെ ഉള്ളിൽ വരെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. എന്ന് വെച്ചാൽ ബാഷർ അൽ അസാദ് റഷ്യയിലാണ് അഭയം തേടിയേക്കുന്നത്. റഷ്യ നാളെ, കാരണം ബാഷർ അൽ അസാദും അയാളുടെ പിതാവും സിറിയ ഭരിച്ചാണ്, അവിടെ വലിയ സ്വാധീനമുണ്ട്. അയാൾ ഇനി ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരരുത്. അതിനു വേണ്ടിയിട്ട് കൃത്യമായ സ്ട്രാറ്റജിയോടെ തുർക്കിയെ കൂടെ അതിൽ ഉൾപ്പെടുത്തി. കാരണം തുർക്കിയാണ് ആ തീവ്രവാദ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന തുർക്കിയാണ്. തുർക്കി ഇതിൻ്റെ ഇടയിൽ ഇരിക്കാൻ വേണ്ടി തുർക്കിയെ കൊണ്ട് തന്നെ ഒരാളെ കൊണ്ടേ പ്രതിഷ്ഠിച്ചു. അയാളോട് കൈ കൊടുക്കുമ്പോൾ ട്രംപ് പറഞ്ഞു ഇസ്രായേലുമായിട്ട് സമാധാനത്തിൽ പോയിക്കൊള്ളണം, ഇസ്രായേലിനെ അംഗീകരിക്കണം. അങ്ങനെ ഈ ഒരു വശത്ത് അമേരിക്കയുടെ സപ്പോർട്ട്, ഒരു വശത്ത് തുർക്കിയുടെ സപ്പോർട്ട്, ഒരു വശത്ത് ഇസ്രായേലിന്റെ സപ്പോർട്ട്, അങ്ങനെ ഒരു ആളെ കൊണ്ടുവന്ന് ഈ സിറിയയിൽ കൊണ്ട് ഇരുത്തി അവിടെ സമാധാനം ഉണ്ടാക്കി. അതുവഴി ഇറാന്റെ അങ്ങോട്ടുള്ള എല്ലാ കണക്ഷനും ഇല്ലാതാക്കി. അവസാനം ഹിസ്ബുള്ള സൈലന്റ് ആയിട്ട് ലെബനോനിൽ അടങ്ങിയിരിക്കുന്ന അവസ്ഥയുണ്ടാക്കി. അതിനുശേഷം ഇപ്പോൾ ഗാസയിലേക്ക് വരുമ്പോൾ, ഗാസയിൽ ഈ ട്രംപ് ഒരു സ്ട്രാറ്റജി കൊണ്ടുവന്നു ഗാസയിലെ ജനങ്ങളെ മുഴുവൻ പുറത്തേക്ക് കൊണ്ടുപോകാമെന്ന്. അപ്പോൾ അറേബ്യൻ രാജ്യങ്ങൾ പുതിയൊരു സ്ട്രാറ്റജി വെക്കുമെന്ന് വിചാരിച്ചു. ഇവർക്ക് ആർക്കും അതിനെക്കുറിച്ച് ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇസ്രായേലിന് കൃത്യമായ പ്ലാൻ ഉണ്ടായിരുന്നു. അവരിപ്പോൾ അത് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് ആളുകളെ വേർതിരിക്കുന്നു, ഈ ഭക്ഷണ വിതരണം അടക്കമുള്ള കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നു, സ്ഥലങ്ങളും കൺട്രോൾ ചെയ്യുന്നു. അങ്ങനെ ഗാസയിൽ നിന്നും ഹമാസിനെ സമ്പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അതിനുവേണ്ടി എതിരെ ശബ്ദിക്കാൻ ഒരു മനുഷ്യനും ഇന്ന് ആ മിഡിൽ ഈസ്റ്റിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സത്യം. എല്ലാവരും മറ്റുള്ള ബിസിനസ്സും കാര്യങ്ങളുമായിട്ട് എല്ലാവരും മാറിക്കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ട് ഇനി അവസാനമായിട്ട് ഒന്നേ അറിയേണ്ടതുള്ളൂ, ഇറാന്റെ മുകളിൽ ബോംബിടുമോ എന്ന് മാത്രമേ അറിയാനുള്ളൂ. ആ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച നടക്കുന്നുണ്ട്. പക്ഷേ ഇറാനെ സമ്പൂർണ്ണമായിട്ട് തകർക്കാനുള്ള ഒരു സാധ്യതയും അവിടെ നിലനിൽക്കാതെ, ഒരു അമേരിക്കൻ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് നിലനിൽക്കാനാണ് സാധ്യത. എന്താണെങ്കിലും അറ്റ് ദ വെരി എൻഡ് ഈ സ്ട്രാറ്റജികൾ നോക്കുക. ഇനി അമേരിക്കയിലടക്കം അതുപോലെ തന്നെ യൂറോപ്പിലടക്കം ഈ പലസ്തീൻ അനുകൂല റാലികൾ അടക്കം നടന്നത് ഒരുപക്ഷെ ജോർജ് സോറോസിന്റെ ഒക്കെ സപ്പോർട്ട് ഉണ്ടെന്ന് പറയുമ്പം ജോർജ് സോറോസ് അമേരിക്കൻ ഗവൺമെന്റിന്റെ ആളാണ്. കൃത്യമായി അമേരിക്കൻ ഗവൺമെന്റ് തന്നെ പ്ലാൻ ചെയ്തതാണ് ഇതെന്ന് പലപ്പോഴും ചർച്ചകൾ നടക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയം ഈ അറേബ്യൻ രാജ്യങ്ങളെയും ഇസ്രായേലിനെയും ഒരേ സമയം ബാലൻസ് ചെയ്ത് നിർത്തുക എന്നുള്ളത് അമേരിക്കയുടെ സ്ട്രാറ്റജി. നമുക്ക് ആ സ്ട്രാറ്റജി എത്രത്തോളം വിജയിച്ചു എന്ന് അവസാനം വന്നപ്പോഴത്തേനും ഇതേ എതിർത്ത് നിന്ന UAE, ഈ ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് ഈ ഖത്തർ ഇപ്പോൾ $1.2 ട്രില്യൺ ആണ് അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞേക്കുന്നത്. ആലോചിച്ച് നോക്കുക, അത്ര ചെറിയൊരു രാജ്യം $1.2 ട്രില്യൺ. അപ്പോൾ അത്ര ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അമേരിക്ക ഒരേ രീതിയിൽ ഇസ്രായേലിന് ടൺ കണക്കിന് ബോംബ് കൊടുത്ത് സഹായിച്ച് ഇവിടെ മുഴുവൻ കൊണ്ടുപോയിട്ട് പൊട്ടിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് അമേരിക്കയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അത് വളരെയധികം സ്ട്രാറ്റജി നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അറ്റ് ദ വെരി എൻഡ്, ഏറ്റവും അവസാനം ഇവിടെയുള്ള ഹമാസ് അനുകൂലികളും പലസ്തീൻ അനുകൂലികളും ഒക്കെ എന്തൊക്കെ സംസാരിച്ചാലും ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ആ തന്ത്രപരമായ ആ സ്ട്രാറ്റജി, അതിൻ്റെ ഉള്ളിൽ ഈ അറേബ്യൻ രാജ്യങ്ങളും ഈ മിഡിൽ ഈസ്റ്റ് മൊത്തം വീണിരിക്കുന്നു. ഇനി അവിടെ നിന്നൊരു തിരിച്ചുവരവില്ല. കാരണം അവരെല്ലാം അതുപോലെ ഒതുക്കി ഒന്നും ഇല്ലാതാക്കി. ഇനി ആർക്കും ഒന്നും സംസാരിക്കാൻ, അവിടെ സംസാരിക്കാൻ വോയിസ് ഉള്ള ആരുമില്ല. ഇനി അവിടെ ഇസ്രായേലും അമേരിക്കയും മാത്രമേ സംസാരിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ ആക്കിയെടുത്തു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, എവിടെ വെച്ച് തുടങ്ങിയോ ഈ ഒക്ടോബർ 7 എവിടെ വെച്ച് തുടങ്ങി, അന്നേരം എങ്ങനെയായിരുന്നോ അന്തരീക്ഷം, അതേ അന്തരീക്ഷത്തിൽ അതിലേ കഴിഞ്ഞും പ്രോസ്പർ ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് അവരുടെ ആ സ്ട്രാറ്റജികളിലൂടെ അവരിതിനെ മാറ്റിയെടുത്തു എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ആരൊക്കെ ഹമാസിനെ അനുകൂലിച്ച് പറഞ്ഞാലും പലസ്തീനെ അനുകൂലിച്ച് പറഞ്ഞാലും അവിടെയെല്ലാം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും തന്ത്രങ്ങളും മന്ത്രങ്ങളും ഒക്കെ തന്നെ നടക്കുന്നുള്ളൂ. ഇന്നും അത് തന്നെയാണ് നടക്കുന്നത്. ഇസ്രായേൽ അവിടെ അടക്കി ഭരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. തുർക്കിയാണെങ്കിലും ഇറാനാണെങ്കിലും അവിടെ നോക്കി ഇരിക്കത്തേ ഉള്ളൂ എന്നുള്ളത് മാത്രമേ നമുക്ക് ഇതിനുള്ളിൽ പറയാൻ പറ്റുള്ളൂ. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഈ ഗാസയിലെ ഹമാസിൻ്റെ ഫാക്ടറിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വ്യാജ വാർത്തകളുടെ ഒരു പ്രകമ്പനം സൃഷ്ടിച്ച ഇമ്പാക്റ്റ് നമ്മുടെ കേരളത്തിലെ കൊച്ചു ഗ്രാമങ്ങളിൽ വരെ ചെന്നെത്തുന്ന കാഴ്ചയ്ക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുകയുണ്ടായി. അതായത് അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ വ്യാജ വാർത്തകൾ അത് എത്രത്തോളം അരക്ഷിതാവസ്ഥയാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ തെരുവുകളിൽ സൃഷ്ടിച്ചത്. അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ ഇപ്പോൾ ട്രംപ് തന്നെ വിദേശ സർവകലാശാലകളുടെ ആ ഒരു അഡ്മിഷനിൽ കർശനമായിട്ടുള്ള നിലപാടെടുക്കാൻ
പറയാൻ കാരണം തന്നെ ഈ ഗാസയിൽ നിന്നുള്ള വ്യാജ വാർത്തകളാണ്, അല്ലെങ്കിൽ ഗാസയിൽ നിന്നുള്ള ആ ഹമാസ് സൃഷ്ടിക്കുന്ന ഒരു പ്രൊപ്പഗണ്ടയുടെ ഒരു എഫക്റ്റാണ് ട്രംപ് അത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കാനുള്ള ഒരു കാര്യം. അപ്പോൾ ഇതിലേക്ക് നാം ചിന്തിച്ച് നോക്കുമ്പോൾ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു അജണ്ട ഇതിൻ്റെ അകത്തുണ്ട്. ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വക്താക്കൾ ചിലപ്പോൾ ഭാഷാപരമായിട്ട് ജോഗ്രഫിക്കൽ അല്ല പല കാര്യങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ അവർക്കിടയിൽ ഉണ്ടെങ്കിലും അവരെല്ലാം യൂണിഫൈ ചെയ്യുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഗാസയാണ്, പാലസ്തീനാണ്. അതിങ്ങനെ കത്തിച്ച് നിർത്തുക എന്നത് ഹമാസിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു അജണ്ട തന്നെയാണ്. ഈ ലോകത്തെ തന്നെ നിലവിലെ സാഹചര്യത്തിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കൂട്ടർ ഫോർ പാലസ്തീൻ ഒരു കൂട്ടർ ഫോർ ഇസ്രായേൽ എന്ന് ഡിവൈഡ് ചെയ്യുന്നതിൽ ഈ ഹമാസിൻ്റെ ഈ പ്രൊപ്പഗണ്ടയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഗൗരവാവസ്ഥ, അത് സൃഷ്ടിക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഗാസയിൽ അല്ലെങ്കിൽ ഇസ്രായേലും മിഡിൽ ഈസ്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, ഫാർ റീച്ചിങ് ആയിട്ടുള്ള ഒരു കോൺസിക്വൻസ് ആണ്. അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു അധിനിവേശത്തിൻ്റെ കീഴിൽ അതല്ലെങ്കിൽ അതിൻ്റെ കരങ്ങളുടെ കീഴിൽ ലോകത്തെ മുഴുവൻ എത്തിക്കുക എന്നതിൻ്റെ ഒരു അജണ്ടയുടെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ അജണ്ട നടപ്പാക്കാനുള്ള വൺ ഓഫ് ദി ഫാക്ടറാണ്, ഒരു ഘടകമാണ് ഈ ഗാസയിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ, അല്ലെങ്കിൽ ഗാസയിൽ ഇവർ സൃഷ്ടിക്കുന്ന പ്രൊപ്പഗണ്ട. അത് ലോകരാജ്യങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കും. ഗാസയിൽ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടന ആ മനുഷ്യ പിശാചുകൾ നടത്തുന്ന നീക്കങ്ങൾ, അവർ നടത്തുന്ന ആക്രമണങ്ങൾ, അവർ ഉൽപ്പാദിപ്പിക്കുന്ന വ്യാജ വാർത്തകൾ, അത് സൃഷ്ടിക്കുന്ന ഒരു ഇമ്പാക്റ്റ്, അതിൻ്റെ അതീവ ഗൗരവമായിട്ടുള്ള ഒരു സാഹചര്യം, ലോകത്ത് അത് സൃഷ്ടിക്കുന്ന അതിഭയാനകമായിട്ടുള്ള ഒരു സാഹചര്യം, അതിൻ്റെ ചില വശങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ തുറന്നു കാട്ടാൻ ആഗ്രഹിച്ചത്. പലപ്പോഴും ഇത്തരം വ്യാജ വാർത്തകളിൽ വീണുകൊണ്ട് ലോകം മുഴുവൻ ഒരു ധ്രുവീകരണത്തിലേക്ക് കൊണ്ടുവരാൻ അറിഞ്ഞോ അറിയാതെയോ ഇവിടുത്തെ പല സെക്കുലർ മാധ്യമങ്ങളും അതിന് നിന്നുകൊടുക്കുന്നു എന്ന ഒരു കാര്യം ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ. തീർച്ചയായിട്ടും അത്തരം വ്യാജ വാർത്തകളെ തിരിച്ചറിയുക. ഭീകരതയ്ക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന പോരാട്ടങ്ങൾക്ക് രാഷ്ട്രീയം മറന്നുകൊണ്ട്, മറ്റെല്ലാം മറന്നുകൊണ്ട് അതിശക്തമായിട്ടുള്ള പിന്തുണ കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന് പിന്തുണ കൊടുത്തില്ലെങ്കിൽ ഒരുപക്ഷെ ഹമാസ് ഉൽപ്പാദിപ്പിക്കുന്ന ആ മതഭീകരതയുടെ വിഷവായു ശ്വസിച്ച് പെടഞ്ഞ് വീഴേണ്ട ഒരു അവസ്ഥയിലേക്ക് ലോക രാജ്യങ്ങൾ നീങ്ങേണ്ടി വരും എന്ന ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.